ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഒരു മൈക്രോഫോൺ വാങ്ങിച്ചു, ബോയയുടെ M1 എന്ന് പറയുന്ന മൈക്രോഫോൺ. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണെന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു മൈക്രോഫോൺ നേരത്തെ ഓൾറെഡി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന അബൂജയുടെ മൈക്രോഫോൺ. പക്ഷേ അതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി അത്ര പോരാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു ഏതായിരിക്കും ബിഗിനർ ലെവലിൽ നല്ല മൈക്രോഫോൺ ഏതായിരിക്കും ചോദിച്ചപ്പോൾ ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു ബോയയുടെ M1 പൈസ കുറവും കുറച്ച് നല്ല മൈക്രോഫോണും ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബോയയുടെ M1 എന്ന് പറയുന്ന ഒരു മൈക്രോഫോൺ വാങ്ങിച്ചു. നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. നമ്മൾ അതിൻ്റെ ഭാഗങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നമ്മളത് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യും ഈ വീഡിയോയിലൂടെ. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടുന്നതായിരിക്കും. ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോകളും ഇതുപോലെ ടെക്നിക്കൽ വീഡിയോകളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോകാം. ഫ്ലിപ്കാർട്ടാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്ത് ഫ്ലിപ്കാർട്ട് വളരെ നല്ലൊരു പാക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ തുറന്ന് നോക്കിയായിരുന്നു ഓൾറെഡി, അതുകൊണ്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്തൊരു ഇൻവോയ്സ് ഉണ്ട്. ഓക്കെ, ഫൈൻ, ഇൻവോയ്സ് ഉണ്ട്. ഇൻവോയ്സ് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതിനകത്ത് ഈ പാക്കറ്റ് ഒരു പാക്കിംഗ് ഉണ്ട്. ഈ പാക്കറ്റ് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ ഒരു കവറൊന്ന് എടുത്ത് മാറ്റാം. കവറങ്ങ് പൊട്ടിച്ച് മാറ്റി അതിനകത്ത് ഇതാണ് നമ്മുടെ ബോയ BY-M1 എന്ന് പറയുന്ന മൈക്രോഫോൺ. ഇത് നമുക്ക് ഈ ബോയയുടെ BY-M1 എന്ന മൈക്രോഫോണിൽ ഇവിടെ ഒരു കാണാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഒരു ഹോളോഗ്രാം ഒക്കെ ഉണ്ട്, ഒറിജിനലാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി. ഇതാണ് ബോയയുടെ BY-M1 എന്ന് പറയുന്ന മൈക്രോഫോൺ. ഇതൊരു കണ്ടൻസർ മൈക്രോഫോണാണ്. ഇതിനകത്ത് വേറെ സൂപ്പർ സൗണ്ട് ഫോർ പ്രസൻറ്റേഷൻസ് ആൻഡ് വീഡിയോ റെക്കോർഡിംഗ് എന്നൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം ഇതിനകത്ത് എന്താണ് ഈ മൈക്രോഫോണിൻ്റെ അത് എന്താ ഉള്ളത് നോക്കാം. ഇതിനകത്ത് നമുക്ക് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു കവറാണ്. ഒരു കവറിലാണ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒരു ബോയ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മാനുവലുണ്ട്. ഒരു ചൈനീസും ഇംഗ്ലീഷുമുള്ള ഒരു മാനുവലാണ് ഇതിനകത്തുള്ളത്. ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കുറച്ചൊരു മാനുവൽ ഇതിനകത്തുണ്ട്. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതിനകത്തുണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം. ഇതിനകത്തൊരു കണക്ടറുണ്ട്. നമ്മുടെ വലിയ മൈക്രോഫോണിൽ മൈക്കിലേക്ക് കണക്ട് വേണ്ടി കണക്ടർ, പിന്നെ ഒരു ബാറ്ററി ഇതിനകത്തുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു സ്പഞ്ച്, നമ്മുടെ ഡസ്റ്റ് ക്യാപ്പ് പോലെ ഒരു സ്പഞ്ച് ഉണ്ട്. ഇത്ര സംഭവമുള്ളത്. ഇനി ഇത് നോക്കാം. ഇത് നമ്മുടെ മൈക്രോഫോൺ എന്ന് പറയുന്നത്. ഈ മൈക്രോഫോണിനകത്ത് ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോയയുടെ ബ്രാൻഡിങ് ഉണ്ട്. അതുകൂടാതെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സ്വിച്ച് ഉണ്ട്. ക്യാമറ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം, പിന്നെ ഓഫ് എന്ന് പറഞ്ഞിട്ട് സ്മാർട്ട് ഫോൺസ്. നമ്മൾ സ്മാർട്ട് ഫോൺ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ വെക്കണം. ക്യാമറ DSLR ക്യാമറയാണെങ്കിൽ ഇത് വയ്ക്കണം. ഇതാണ് ആ മൈക്രോഫോൺ. വളരെ ചെറിയൊരു മൈക്രോഫോണാണ്. നമുക്ക് ഇതിനകത്ത് വേഗം തന്നെ ഇതിനകത്തുള്ള സാധനങ്ങളെല്ലാം ഇട്ടേക്കാം. ഇത് നമുക്ക് ആവശ്യമില്ല, കാരണം നമ്മൾ ഇത് വലിയ ആംപ്ലിഫയറിൽ കണക്ട് ചെയ്യുന്നില്ല. നമ്മൾ മൊബൈലിൽ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഈ ഉള്ളിടാം. അത് നമുക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് കയറ്റിയിടുക. ഇത് നമ്മൾ ഇത് കഴിഞ്ഞ് ഇനി നമ്മുടെ ഇതിനകത്ത് ബാറ്ററി ഇടണം. തുറന്നിട്ട് മൊബൈലിലേക്ക് ബാറ്ററി ഇടണം. ഇതാണ് ബാറ്ററി ഇടാനുള്ള സ്ഥലം. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് പ്ലസും മൈനസും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏതാണ് പ്ലസ് ഏതാണ് മൈനസ് നോക്കിയിട്ടുണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇടാനായിട്ട്. പൂലി എടുത്തതിന് ശേഷം ഇതിന് മൈക്രോഫോണിൻ്റെ കൂടെ ഇങ്ങനെ നമുക്ക് വയ്ക്കാനായിട്ട് ഒരു ചെറിയ സ്ഥലമാണ്. അതായത് നമുക്ക് പ്രസ് ചെയ്ത് വയ്ക്കാം. നമുക്കിങ്ങനെ
ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി ക്ലിപ്പിംഗ് ഉണ്ട്. നോക്കാം. ഇതിന് ബാറ്ററി ഇടാം. ബാറ്ററിയുടെ പ്ലസ് ടെർമിനൽ ഇതാണ്, മൈനസ് ടെർമിനലാണ്. അപ്പോൾ മൈനസ് ടെർമിനൽ കാണിച്ചിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നോക്കിയിട്ട് അവിടെ ഇടുക എന്നുള്ളതാണ്. ഇതിങ്ങനെയാണ് എൻ്റെ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൈക്രോഫോൺ നമ്മൾ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ഈ ക്ലിപ്പെല്ലാം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ നേരത്തെ കാണിച്ചു ബാറ്ററി എങ്ങനെ ഇടണം എന്നുള്ളത്. അപ്പോൾ ഈ ഭാഗമാണ് നമ്മുടെ, നിങ്ങൾക്കറിയാം, ഈ കണക്ടർ നമ്മുടെ ഫോണിൻ്റെ ഓഡിയോ ഇൻപുട്ടിൽ നമ്മുടെ ഹെഡ്ഫോൺ കുത്തുന്ന സ്ഥലത്ത് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ശബ്ദം നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന എൻ്റെ ശബ്ദം എന്ന് പറയുന്നത് എൻ്റെ ഈ ഫോണിലെ മൈക്രോഫോണിലൂടെയാണ്. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ബോയയുടെ ഈ മൈക്രോഫോൺ അതിൽ കണക്ട് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ശബ്ദം നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതൊന്ന് കണക്ഷൻ ഒന്ന് അഴിച്ചെടുത്തിട്ട്, നല്ല നീളമുള്ള വയറാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ദൂരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ബാറ്ററി പവർ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് ബോയയുടെ ഒരു ബ്രാൻഡിങ് ഒക്കെ ഉണ്ട്. ഇതിനകത്തൊരു ബോയയുടെ ബ്രാൻഡിങ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഒരു ബ്രാൻഡിങ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതാണ് മൈക്രോഫോൺ. ഞാൻ ഈ മൈക്രോഫോൺ ഒരു എഡിറ്റിംഗ് ഒന്നുമില്ല. ഞാൻ ഈ മൈക്രോഫോൺ നേരെ ഇവിടെ ഫിക്സ് ചെയ്യാം. ഇപ്പോൾ മൈക്രോഫോൺ ഞാനിവിടെ ഫിക്സ് ചെയ്യാം. ഇപ്പോൾ മൈക്രോഫോൺ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി നോക്കാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ഇത് നമുക്കിത് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യാം. ഇപ്പോൾ മൈക്രോഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന എൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ഈ മൈക്രോഫോണിലൂടെയാണ്, മൊബൈലിൻ്റെ മൈക്രോഫോണിലൂടെ അല്ല. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കേട്ട ശബ്ദവും ഈ കേട്ട ശബ്ദവും ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം ഇത് പ്രോസസ്സ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് ഈ മൈക്രോഫോണിൻ്റെ ക്വാളിറ്റി അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ മൈക്രോഫോണിൻ്റെ ശബ്ദം, നോയിസ് ക്യാൻസലേഷൻ അടക്കം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വോയിസിലൂടെ അറിയാവുന്നതാണ്. നിങ്ങളൊരു വ്ളോഗറോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് നടത്തുന്ന ഒരാളോ ആണെങ്കിൽ ഈ മൈക്രോഫോണിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഇതൊരു പെയ്ഡ് റിവ്യൂ ഒന്നുമല്ല, ഞാനത് വാങ്ങി ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും ഇതിൻ്റെ ശബ്ദം കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഈ മൈക്രോഫോൺ നല്ലതാണോ അതോ എഫക്റ്റീവ് ആണോ എന്നുള്ളത്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു. ഒരു നോളജബിൾ വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.